അമ്മയാണല്ലോ. ഹലോ ഹലോ, ഞാൻ ദിയമോളുടെ അമ്മയാ. ഹലോ ഹലോ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാം. ശേ, എന്താ വന്ദനമേ? ആദ്യം കിട്ടിയതാ, പക്ഷേ റേഞ്ച് ഇല്ലാത്ത ഏതോ സ്ഥലത്താ. പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ബിസിയായി. അത് നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ഫോൺ ട്രൈ ചെയ്തോണ്ടാ. വെയിറ്റ്, അങ്ങള് വിളിക്കും. ശേ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇങ്ങോട്ട് വിളിച്ചല്ലേ, ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത്ര നേരിട്ട് വിളിക്കുന്നില്ലല്ലോ. ഇത്രയും നേരമായിട്ട് നിയമോണ്ട് അമ്മ വിളിക്കുന്നില്ലല്ലോ. വിളിച്ചപ്പോ ബിസിയാണല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കാം അല്ല മോളെ. വിളിച്ചോക്ക്. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ വന്ദനമേ? നോ രക്ഷ, കിട്ടുന്നില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം കാണോ? അല്ലാതെ ഈ രാത്രി ഇങ്ങനെ വിളിക്കില്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യും. വന്ദനമ്മ അങ്ങളിന് വോയിസ് മെസ്സേജ് ഇട്. വന്ദനാമേ, എന്തിനാ വിളിച്ചത്? ഞാൻ റേഞ്ച് തീരെ ഇല്ലാത്ത സ്ഥലത്താ. ദേ, അങ്കിളിന്റെ വോയിസ് മെസ്സേജ് വന്നു. എന്താണെന്ന് കേക്ക്. വന്ദനാമേ, എന്തിനാ വിളിച്ചത്? ഞാൻ റേഞ്ച് തീരെ ഇല്ലാത്ത സ്ഥലത്താ. തിരിച്ച് വോയിസ് മെസ്സേജ് ഇട്. ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയണ. എന്താ, പറഞ്ഞോളൂ. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, എവിടെ വെച്ചാ കണ്ടേ? എവിടെ വെച്ചെന്ന് ചോദിച്ചാ അതിപ്പോ എവിടെയെന്നാ പറയാ. അമ്പലത്തിൽ വെച്ചെന്ന് പറ. ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ വരും. രാവിലെ 8 മണിക്ക്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ വരെ ഒന്ന് വരുമോ? വരാം. ഏതമ്പലത്തില്? മാളോട്ട് ദേവീക്ഷേത്രത്തില്. വന്ദനാമേ, തീർച്ചയായിട്ടും വരാം. മാളോട്ട് ദേവീക്ഷേത്രത്തിനടുത്തുള്ള വഴിയിൽ വന്നാ മതി. അപ്പോ രാവിലെ 8 മണി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ വന്ദനമ്മ എന്നെ രക്ഷിക്കാൻ നടന്ന ആദ്യമായി കാണും അല്ലേ? അതെ മോളെ. ആ, രാവിലെ മോളും വരണം. ഞാനില്ല, വന്ദനമ്മ ഒറ്റയ്ക്ക് പോയാൽ മതി. അതെന്താ? വന്ദനമ്മ ക്ഷേത്രത്തിൽ പോയി എനിക്കും അങ്ങളിനും വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അങ്ങളിനെ കൊണ്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ അങ്ങളിനെ കണ്ടോളാം. മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. മോള് കിടന്നു. കിടന്നു. വാ.
നാളെ ഞാൻ ദിയമോളുടെ അമ്മയെ കാണും. അവരെ കൊണ്ട് എൻ്റെ പെണ്ണിനോടുള്ള പ്രണയം ഞാൻ പറയിപ്പിക്കും. അപ്പോ ഞാൻ നാളെ നല്ല മനുഷ്യനെ കാണുന്നു. ദിയമോളെ രക്ഷിച്ച ആ ദൈവത്തെ. മാധവന്റെ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കുകയാണ്. അത് നടക്കാൻ പാടില്ല. മുടങ്ങണം, മുടക്കണം. കല്യാണം മുടങ്ങിയതിന്റെ ദുഷ്പേര് വന്ദനയുടെ ജാതകദോഷത്തിൽ ചേർത്ത് കെട്ടണം. അങ്ങനെ അവളെ മാനസികമായി അമ്പേ തകർത്ത് ജീവച്ഛവം പോലെ ആക്കണം. അതിനുശേഷം വേണം അവളെ ഭീഷണിപ്പെടുത്തി അവൾ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിപ്പിക്കാൻ. അതിന് സാധിച്ചില്ലെങ്കിൽ അവളെ കൊന്നിട്ടാണെങ്കിൽ പോലും ആ കേസ് പിൻവലിപ്പിച്ചിരിക്കണം. അതെങ്ങനെ സാർ കൊന്നിട്ടു? അയ്യോ, ഇടക്കഴുതെ വിരല് മുറിച്ചെടുത്ത് പതിപ്പിച്ചിട്ടാണെങ്കിലും മതിയെന്ന്. അച്ഛ എന്താ ഇവിടെ വേണ്ടപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോ ചില മര്യാദകളൊക്കെ കാണിക്കണ്ടേ? അച്ഛാ, അത് പിന്നെ ഞാൻ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രഹസ്യ സ്വഭാവമുള്ള കൂടിക്കാഴ്ചയാണിത്. ഇപ്പൊ മനസ്സിലായോ? അച്ഛാ, അത് ഞാൻ അറിഞ്ഞില്ല. എന്തിന്റെ കൂടിയാലോചനയാ അച്ഛാ? എടാ മണ്ണുണ്ണി, അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. മകളെ വന്നേ. നീ അത്താഴം കഴിച്ചായിരുന്നോ? കഴിച്ചു വെച്ച ഫ്രൈഡ് റൈസ് ആയിരിക്കും. ചിക്കൻ അതുണ്ടായിരുന്നു. അച്ചാറും കാണും. ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ മോൻ ചെന്ന് കഥകടച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല്. വന്നേ. എന്താ അച്ഛാ? നിന്റെ ഭാര്യയ്ക്ക് ഒളിഞ്ഞു നിന്ന് വർത്തമാനം കേൾക്കുന്ന ഒരു നല്ല ശീലമുണ്ട്, ഇല്ലേ മോനെ? ആ വിദ്യ എങ്ങാനും ഇവിടെ പതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ. മനസ്സിലായോ? ശരി അച്ഛാ. ആവോ. നല്ല അനുസരണ മോനാ. അപ്പോ പറഞ്ഞു വന്നതുപോലെ ആ കല്യാണം മുടങ്ങിയിരിക്കണം. മനസ്സിലായോ? ശരി സാർ. എന്നാ പോയാൻ. തൻവാ. മോളെ, നീ ഇതുവരെ അമ്പലത്തിൽ പോയില്ലേ? ഞാൻ വിചാരിച്ച് ഇറങ്ങിക്കാണൂന്ന്. ഇല്ലമ്മേ, 7:30 ഒരു വിശേഷൽ പൂജയുണ്ട്, അത് തൊഴാന്ന് കരുതി. മോളെ, വിക്രമിന് ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ളതാണേ. അതുകൊണ്ട് നീ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇങ്ങ് വരണം. ശരി അമ്മേ. എന്തോ മറന്ന പോലെ. അയ്യോ, എന്റെ മൊബൈൽ എടുക്കാൻ മറന്നു. എന്നാ പിന്നെ നീ ഇനി തിരിച്ചകത്തേക്ക് കയറണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. ഇനി വന്നേ. ഇന്നത്തെ ദിവസത്തിന് പല പ്രത്യേകതകളും ഉണ്ട്, അറിയാമോ? എന്താ അച്ഛമ്മേ? നീ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വളരെ സന്തോഷത്തോടെയാ. അത് എന്നും അങ്ങനെയാണല്ലോ. അതല്ല, ഇന്നത്തെ ദിവസം നീ ആ പഴയ കുപ്പിവളകള് വീണ്ടും എടുത്തണിഞ്ഞു. ഇതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. കൊറേ ദിവസമായി ഞാൻ കരുതുന്നു ഇതൊന്നെടുത്തിടണമെന്ന്. ഈ വളകള് നിനക്ക് നന്നായിട്ട് ചേരും. ആ മോളെ, വിക്രമേ എന്നെ സ്വന്തം മുത്തശ്ശിയായോ പെറ്റമ്മയായോ ഒക്കെ ഏറ്റെടുത്തിരിക്കല്ലേ? അവന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അവന്റെ പേരില് എന്തെങ്കിലും ഒരു വഴിപാടൊക്കെ നടത്തണ്ടേ? വേണോ അച്ഛമ്മേ? എന്നാ മോള് തന്നെ ഒരു ദീർഘമംഗല്യ പൂജയ്ക്ക് രസീത് എഴുതിക്കേ.
ഞാനത് ചെയ്യുന്നുണ്ട് അച്ഛമ്മേ. ആണോ? എങ്കിലേ അതിന്റെ പ്രസാദം മറക്കാതെ വാങ്ങിച്ചോണ്ട് വരണം. കല്യാണം കഴിഞ്ഞ് അവർ ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുമ്പോ അവരുടെ നെറ്റിയിൽ ചാർത്താന്. ശരി അച്ഛമ്മേ. ഈ കല്യാണത്തിന് മുമ്പ് എനിക്ക് ഗുരുവായൂരൊന്ന് പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു നമ്മളെ. അതിനിടയിൽ മാധവന്റെ ഒരു രാമേശ്വരത്ത് പോക്ക്. കല്യാണ തിരക്കല്ലേ അമ്മേ? എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നാ നിന്റെ അടുത്തേക്ക് എനിക്കൊന്ന് വരാൻ പറ്റുക? ആ അമ്മേ, ദീമോൾ ഉറക്കാം. ഉണരുമ്പോ കുടിക്കാൻ പാലെന്തേലും കൊടുത്തേക്കണേ. അതെല്ലാം ഞാൻ ചെയ്തോളാം മോളെ. ഇന്ന് ദിയമോളെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതിക്കുന്നതും പൊട്ടുതൊടിയിക്കുന്നതും ഒക്കെ ഞാനാ. ആ എന്ന് ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ശരി, പെട്ടെന്ന് പറഞ്ഞേ മോളെ. ആ ശരി അമ്മേ. പാവം എന്റെ കുഞ്ഞിന്റെ കല്യാണം ഇനി എന്നും നടക്കുവോ? എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ, ദേവി, എന്റെ അനുജത്തി വർഷയുടെ വിവാഹമാണ് നാളെ നടക്കാൻ പോകുന്നത്. തടസ്സങ്ങളൊന്നും കൂടാതെ എല്ലാം ശുഭമായിട്ട് നടത്തി തരണേ ദേവി. എന്റെ ജീവിതം ഇങ്ങനെയായി. ഇനി മറ്റൊരു ജീവിതം എനിക്ക് വേണ്ട. ദേവൾക്ക് അമ്മയായി ഇനിയുള്ള കാലം ഞാൻ കഴിഞ്ഞോളാം. ജീവിച്ചിരിക്കുമ്പോ എന്നും ഓർത്തു വെക്കാനുള്ള ഒരു പിടി ഓർമ്മകളുമായിട്ടാ രാജീവ് സാർ എന്നെ വിട്ടു പോയത്. ആ ഓർമ്മകൾ മാത്രം മതി എനിക്ക് കൂട്ടിന്. എന്റെ ദേവോൾക്ക് ആപത്തൊന്നും വരുത്താതെ കാത്തോണേ ദേവി. ദിയയുടെ രക്ഷകനെ രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് കാണാന്നാണല്ലോ പറഞ്ഞിരുന്നത്. മണി 8 കഴിഞ്ഞല്ലോ. അദ്ദേഹം ഇതുവരെയായിട്ട് എത്തിയില്ലേ? ഏതായാലും കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. വരട്ടെ. കുഞ്ഞേ, ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല കുഞ്ഞെ. എന്തെങ്കിലും തരണേ. ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാവും കുഞ്ഞെ. ദേ, കൊച്ചിന്റെ കൈയിൽ കിടന്ന കുപ്പിവെള്ള പൊട്ടിയല്ലോ. അത് ഇന്ന് രാവിലെ കയ്യിലിട്ടപ്പോഴേ ഒന്ന് പൊട്ടിയിരുന്നതാ. ആ, അതാ താഴെ വീണത്. ഓ, വാ. അവള് വാ.
വേഗം പോ. വണ്ടി എടുക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും. പെൺകുട്ടികൾക്ക് അമ്പലത്തിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാ. പട്ടാ പകലല്ലേ ഗുണ്ട അവിടെയാ. ആ നമ്പർ നോട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്പർ മറച്ചു വെച്ചിട്ടല്ലേ കുട്ടിയെ തട്ടിക്കൊണ്ടുവരുന്നത്. അതെ. ദേ, ആ പെണ്ണിന്റെ മൊബൈലും പേഴ്സ്. മൊബൈലും പേഴ്സും കൈയിരിക്കട്ടെ, പോലീസ് വരുമ്പോൾ കൊടുക്കാം. എന്താ എന്താ പ്രശ്നം? ഒരു പെൺകുട്ടിയെ കുറെ പേര് ചേർന്ന് തട്ടിക്കൊണ്ട് പോയി. തട്ടിക്കൊണ്ട് പോയെന്നോ? ആ എപ്പോ? ഇപ്പോ ഒരു കാറില്. ഇത് ആ കുട്ടി ഇട്ടിരുന്ന വളയാ. ഈ ഫോൺ ആ കുട്ടിയുടേതാ. പോലീസ് വരുമ്പോൾ മൊബൈൽ കൊടുക്കാം. ചേട്ടാ, ഞാനാ വിളിച്ചത്. എനിക്കറിയാവുന്ന കുട്ടിയാ. ഓ, ഫോൺ ഞാൻ കൊടുത്തോളാം. ആ എന്നാ കൊടുത്തേക്ക്. ശരി. അപ്പോ ദിയമോളുടെ വന്ദനാമ്മയാണ് തട്ടിക്കൊണ്ടുപോയത്. എന്നെ ആരോ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. രാജീവ് സാറ് കുറച്ചു നാള് മുമ്പ് ഒരു കാറപകടത്തിൽ മരിച്ചുപോയി. ഈ രാജീവ് സാറിന്റെ കാറപകടം ഒരു സ്വാഭാവികമായ അപകടം ആയിരുന്നില്ല. ആരോ കരുതിക്കൂട്ടി അപകടം ഉണ്ടാക്കി വെച്ച് അദ്ദേഹത്തെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതാ. ഈ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് എന്നെ ആരോ അപകടപ്പെടുത്താൻ രംഗത്ത് വന്നിരിക്കുന്നത്. ആ വണ്ടി എങ്ങോട്ടാ പോയത്? ദേ, നേരെ അങ്ങോട്ടാ പോയത്. എന്നാ വേഗം രക്ഷപ്പെടുത്താൻ നോക്ക്. നിങ്ങളൊക്കെ ആരാ? എന്നെ എവിടേക്കാ കൊണ്ടുവന്നേ? എന്താ ചന്ദ്രികേ, ക്ഷേത്രത്തിൽ പോയിട്ട് നേരെ എത്രയായി? ഇതിപ്പോ 2 പ്രാവശ്യം പോയിട്ട് വരാനുള്ള നേരം കഴിഞ്ഞു. ഇവക്ക് ഇതെന്തോ പറ്റി? വന്ദന സ്റ്റേഷനിൽ കൊടുത്ത പരാതിയെ കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ. സാധാരണ അപകട മരണമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി പോലീസുകാരെ ക്ലോസ് ചെയ്ത കേസാ അത്. ആ കേസാ ആരോ കരുതി കൂട്ടി ചെയ്യിച്ച കൊലപാതകമാണെന്നും പറഞ്ഞ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത്. കേസ് കൊടുത്തതോ കൊല്ലപ്പെട്ട രാജീവ് താലി കെട്ടാനിരുന്ന പെണ്ണു. അതൊരു നിസ്സാര കാര്യമല്ലമ്മേ. ഒരുപക്ഷെ വന്ദന പറഞ്ഞതുപോലെ ആരെങ്കിലും ചെയ്ത കൊലപാതകമാണെങ്കിൽ അവരടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? വന്ദനെ ഇനി അവരെങ്ങാനും... എന്താ മോളെ നീ പറയുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അല്ലമ്മേ, രാജീവുമായിട്ടുള്ള താലികെട്ട് പോലും കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഈ കേസിന്റെയും ബഹളത്തിന്റെയും പുറകിൽ അവൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അവള് ചെയ്തത് അപകടം പിടിച്ച കാര്യം തന്നെയാ. പക്ഷേ അവളുടെ വിഷമം കൂടി നമ്മൾ ഓർക്കണ്ടേ? ഒരു നിമിഷം കൊണ്ടാ അവളുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞത്. അമ്മേ, അതെനിക്കറിയാഞ്ഞിട്ടല്ല. എന്നാലും മോളെ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടല്ല, കല്യാണ മണ്ഡപത്തിൽ വെച്ചാ എന്റെ വന്ദനമോളുടെ താലി പൊട്ടി വീണത്. നിലവിളക്കെടുത്ത് കയറേണ്ട എന്റെ കുഞ്ഞിന്റെ മുന്നില്
കരിന്തിരി കത്തിയിട്ടും ഒന്ന് പൊട്ടിക്കരയാൻ പോലും അവകാശമില്ലാതെ ഓരത്തിരുന്ന് വിതിമ്പി കരയേണ്ടി വന്നവളാ അവള്. എന്റെ ഭഗവാനെ. മോളെ, നമുക്ക് രാജീവ് ആരുമല്ലായിരിക്കും, പക്ഷെ വന്ദനയ്ക്ക് രാജീവ് എപ്പോഴും ഭർത്താവ് തന്നെയാ. അവൾ അവളുടെ ഭർത്താവിന്റെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിറങ്ങിയ ആർക്ക് തടയാൻ പറ്റും? അമ്മേ, എനിക്ക് പേടിയാവുന്നു. മോളെ, നീ മാധവനെ ഒന്ന് വിളിച്ചേ. മാധവേട്ടൻ മടക്കയാത്രയില്ല. വന്ദനെ കാണാനില്ലെന്ന് വിളിച്ചറിയിച്ച അത് മാധവേട്ടനെ ആകെ ടെൻഷനിലാക്കും. അതും ശരിയാ. തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങുന്നത് അവൻ. സമാധാനമായിട്ട് വരട്ടെ. വന്ദനെ ഒന്ന് അന്വേഷിക്കാൻ പ്രകാശനോടും മനോജിനോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ ഭഗവാനെ, ആപൽബാധവ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനൊരാപത്ത് വരുത്തല്ലേ, കാത്തോളണേ. എന്റെ ഈശ്വര.